Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். பார்ட் 1, 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றேன், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். இவரு கல்யாணம் பண்ணிக்கிறாங்க முன்னாடி ஒரு 67 இருக்கு. സ്ഥിരമായി കത്തുകൾ പിടിക്കപ്പെടുന്നതുകൊണ്ട് അവർ അവർക്ക് വേണ്ടി ഒരു ഭാഷ തന്നെ കണ്ടുപിടിച്ചു. இது யாரு? ஓ, உங்க சிஸ்டர்ஸ்லாமா? இப்போ செக்கிங் வந்து அதிகமாயிடுச்சு இப்ப. பத்து வருஷம் அந்த மாதிரி காமிக்க 57 to 67. நரமுடியே வந்துருச்சு இவருக்கு. എന്തെങ്കിലും മാറ്റമുണ്ടോ? பார்க்கவே செய்யறாங்களோ? എന്ത് പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? സാവിത്രി അടുത്തിടെ 2ാം പ്രസവം കഴിഞ്ഞു. കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ அப்படி சொல்லிதான் எல்லாம் வந்துருக்காங்க. ആർക്ക് വേണ്ടിയിട്ടായിരുന്നടി ഈ കാത്തിരിപ്പ്? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാവർക്കും ആയില്ലേ? കുടുംബവും കുട്ടിയൊക്കെ. ഇനിയെങ്കിലും നമുക്കൊന്ന് ജീവിക്കണ്ടേടി? വേണം, എനിക്ക് എൻ്റെ കൂടെ ജീവിക്കണം. കരയരുത്. 10 വർഷം ഈ കരഞ്ഞില്ലേ? നീ കരയാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിലെഴുതിന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ പുലർച്ചയ്ക്ക് ഞാൻ കൊറ്റാട്ടിലേക്ക് വരും. ഈ ഇറങ്ങി വരണം. ഞാൻ വരും. എന്നിട്ട് എങ്ങോട്ടാ പോവാ? തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ മുക്കത്ത് നമ്മളിനി വേണ്ട. ஆமா, இங்கிருந்து வெளில போனாலே போதும். ஃபர்ஸ்ட் மழை பெஞ்சிருச்சு. തോണി എത്തി. ഈ വാ. ഇനി വൈകിയ വീട്ടിലെ സംശയം വാ.
കൊല്ല ഇത്രയായിട്ടും അനക്ക് ഈ തോന്നിയാസം നിർത്താറായില്ലേ? നിർത്തി വാപ്പ, ഇന്നത്തോടെ നിർത്തി. നാളെ രാവിലെ ഓളെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോവാ. നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഓളെ കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഓളെ തന്നെ കെട്ടും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. தெரியாம சொல்றாரு இவரு. അരിപ്പറ്റ മണ്ണിൽ കുട്ടിയസൻ അധികാരിന്റെ മകൾ പാത്തുമ്മ അന്റെ ഉമ്മ ഓളെ ഞാൻ നിക്കാതെ കഴിച്ചത് കുടുംബക്കാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച ശേഷം ചെയ്ത്താന് പറഞ്ഞ് ഈ നാട്ടിൽ ലഹളയുണ്ടാക്കി ഓളെ കൂടെ പൊറപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ അന്റെ മയ്യത്ത ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഉറപ്പാണ്. നിന്റെ വാപ്പയാരാന്ന് എനിക്ക് സംശയമൊന്നുമില്ല. മൊയ്തീന് വാക്കൊന്നേ ഉള്ളൂ. അന്ന ഹിമാറേ അന്നെ കൊല്ലാണ്ട് വിട്ട രണ്ട് കുടുംബങ്ങളാ കുളം തൊണ്ണാൻ പോണേ. എന്നാലും എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചല്ലോടാ ഈ யாரப்பா இவரு? വാതില് തുറക്ക്. മോളെ, ഈ കടുക്കയൊന്നും കാണിക്കരുത് മോളെ. ഇത്രയും കാലം ഇതിനകത്ത് കിടന്ന് ജീവച്ചവായിട്ട് ഞാൻ ചത്തറിയുന്ന ഒക്കോടെ എന്റെ മുമ്പ്. இதுதான் ஒரு கையில ஃபர்ஸ்ட் படிக்கிற அந்த லெட்டர். ആ ஃபர்ஸ்ட் எடுத்தாங்க அம்மா எடுத்து வந்து கொடுப்பாங்கல்ல. ഞാൻ തന്നെ ജീവിക്കണ ഈ ഉള്ളോണ്ടല്ലേ. അതില്ലാണ്ടപ്പ ഞാൻ സമ്മതിക്കൂല. ഇല്ല മനു, ഈ പോവൂല. എന്റെ അടുത്തൊന്ന് എന്നെ കൊണ്ടുപോയി ഒരു ദൈവത്തെ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ മാനുവിനെ വേണം. ഞാൻ മരിക്കൂല. ഇത്രയും കാലം ഞാനൊക്കെ വേണ്ടി കാത്തിരുന്നതിന് അർത്ഥം ഒരായുസ് മുഴുവനും അനുഭവിക്കേണ്ടതല്ല ഞാൻ ഈ മുറിക്കുള്ളിൽ കിടന്ന് അനുഭവിച്ചില്ലേ. എന്നിട്ടും ഒരു ദൈവത്തെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെങ്കില് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം. പൊന്ന ദൈവങ്ങളെ മൊയ്തീനാക്കി വിട്ടുതരും. സത്യമായി വിട്ടുതരും. എനിക്ക് എന്റെ മാനുനൊന്ന് കാണണം. എന്റെ ഉമ്മ, ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ ആരെയും അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ലെന്ന്. നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഓന്റെ ജീവനായത് നിങ്ങളുടെ മരുന്നിനേക്കാളും ജീവനുണ്ടീന്. ഇതൊന്ന് കൊടുത്തിട്ട് നമ്മള് പോയിക്കോളാം. നിങ്ങൾ എന്നെ കോടതി കൊണ്ടുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു ജാമ്യം എടുത്തിട്ട്. ഐ ആം ദ അക്യൂസ്. എന്നെ കോടതി ഹാജരാക്കണം. ഈടെ എനിക്ക് ജാമ്യം എടുക്കാൻ ആരും വരാനില്ല. ഉണ്ണിയായി അവിടെ കൊടുക്ക്. ഓ, അങ്ങെടുക്ക്. ഇതിൽ ഒപ്പിട്. ആ, ഒപ്പിട്. അത് ഇതാ ഉണ്ണിയായി, ഒപ്പിട്. ഈ ഒപ്പിട്.
എങ്ങോട്ടേക്കാ? തോന്നിയെടുത്തേക്ക്. കണ്ണിൽ പിടിക്കാത്തവരൊക്കെ ഇടങ്കാലിട്ട് വീഴ്ത്തുമ്പോ ഇങ്ങടെ മോന്തായത്ത് കിട്ടുന്ന തന്തോയുണ്ടല്ലോ, ഇനി കൂടി പടച്ചോൻ തരും. ചിലക്കാതെ ഔത്തേക്ക് കയറി പൊയ്ക്കോ, അതാ എനക്ക് നല്ലത്. എനിക്ക് എനിക്ക് തിരിഞ്ഞുടങ്ങി. നീ ഒരുത്തനെ ഇറച്ചി പാകത്തിന് കൊത്തി നുറുക്കി കിടത്തിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കളിച്ച് സൂയിക്കാണ്. ഓൻ നിങ്ങളെക്കാളും പെരുത്ത് കേളുള്ള ആൺകുട്ടിയാന്ന് തിരിഞ്ഞെന്റെ ബേജാറുണ്ടല്ലോ നിങ്ങൾ കൊല്ലാൻ നോക്കിയേ. ഓനേക്കാൾ വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ പവറും പത്രാസ. അതേടി മനുഷ്യന് വലുത് മാനാഭിമാനോ. തേങ്ങാക്കൊല ജാതി മതം നോക്കാണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ആളല്ലേ. എന്നിട്ട് ഓ മാധവന്റെ മോളെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ തീർത്തറിഞ്ഞില്ലേ? നിങ്ങളെക്കാളും വലിയ മാനാഭിമാനപ്പം ഞമ്മക്ക. അതുകൊണ്ട് ഇത് മാത്രം നമ്മൾ ഈ പെരന്ന് കൊണ്ടോണുള്ളൂ. അതും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ പടച്ചോനോട് സുജൂതിയായി. ഇനി അന്റെ കാലി പെരേനെ മിറ്റത്ത് കുത്തുകിത് പൊയ്ക്കോ. അല്ലേലും നമ്മൾ ഇല്ല ഈ സൈത്താന്റെ മുറ്റത്തേക്ക്. ഇനി നിങ്ങൾ ഇവിടെ മുക്കത്തെ സുൽത്താനായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കൊള്ളി. പക്ഷെങ്കിലേ എന്നെങ്കിലും പടച്ചോ നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. പൂഴിമണ്ണ് കൂട്ടിപ്പിടിച്ച എന്തോരം പാടുവിട്ടു. ഞാനൊന്ന് വിരി കാഞ്ചനന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാത് വിടുവോ മൂപ്പര്? മൊയ്തീനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഉച്ചയ്ക്ക് പോവാം. ഇത്രയും വേഗം സുഖമെന്ന് ഞാൻ കരുതി. ഡാക്ടർമാരുടെ മരുന്നും മന്ത്രം കൊണ്ട് തിരിച്ചിട്ടേയല്ല. ഓള് രാവും പകലും പടച്ചോന് തേടിയിട്ടാ അന്റെ റൂഹ് ഈടത്തട നിക്കണത്. ആ റൂഹ് ഈ ഓക്കനെ തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പൊ ആരെയാടാ ഈ കാക്കണത്? ഇറക്കിക്കൊണ്ടാടാ അരിപ്പറ്റ മണ്ണില് ഞമ്മക്കൊണ്ടൊരു പര. ശരിയാ, ഇതാ പറ്റിയ അവസരം. ആ കാഞ്ചനയുടെ എല്ലാ സഹോദരിമാരുടെയും കല്യാണം കഴിഞ്ഞു. രാമേന്ദ്രനാണെങ്കിൽ കോയമ്പത്തൂർ. ഇങ്ങള് പോയി ഇറക്കിക്കൊണ്ട് വാ മാനിക്കാക്ക. എന്റെ ഉമ്മ നിങ്ങളുടെ പച്ചക്കൊടിയും കണ്ട് ഞാൻ ഓളെയും കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന നമ്മൾ രണ്ടാളും പട്ടിണിയാവോ? ഓടാടുന്നു പോയോളെ വിളിച്ചിറക്ക്. എന്നിട്ട് മതി അന്റെ തമാശ. എന്തായ മാനെ വല്ലവരും തൂക്കിക്കൊല്ലാൻ വിളിച്ച അറിഞ്ഞില്ലേ? നെക്സ്റ്റ് ആയിട്ട് അജിതായി കോടതി വെറുതെ വിട്ടു. സുൽത്താനെ, മൈസറേറ്റിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ കേസ് കുഴയും. സുൽത്താൻ കുത്തിയിട്ടില്ല. അന്റെ നാവിന്റെ ബലം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തു. ആ ഹിമാറിന്റെ മുമ്പിൽ ഞാൻ തല താഴ്ത്തൂല. കണ്ണൂർ ജയില് ആണുങ്ങൾക്കുള്ളതാ. അതായത് എന്റെ കക്ഷിയായ BP മൊയ്തീന്റെ പിതാവ് നിങ്ങൾ പലതവണ എന്റെ കക്ഷിയായ BP മൊയ്തീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്, പലതവണ. ഒരിക്കൽ നിങ്ങൾ നിശ്ചയിച്ച വിവാഹത്തിന് വിസമ്മതിച്ച മകനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ? I object, Your Honor. This is unrelated to this case. യുവർ ഓണർ, എന്റെ കക്ഷിയോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളത്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. പറയൂ, നിങ്ങൾ മകന്റെ നെഞ്ചിൽ നായാട്ടിന് ഉപയോഗിക്കുന്ന ഡബിൾ ബാരൽ ഗൺ ചൂണ്ടി കൊല്ലാൻ ശ്രമിച്ചില്ലേ എന്നാണ് എന്റെ ചോദ്യം. തോക്കു ചൂണ്ടി, പക്ഷെ പൊട്ടിച്ചില്ല. തന്നേക്കാൾ വളർന്നാൽ വെട്ടി അരിഞ്ഞു കളയും എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ? അത് മുക്കം കവലയിൽ വെച്ച് പരസ്യമായി. Your Honor, I object. ഈ കേസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. പറയൂ, നിങ്ങൾ പരസ്യമായി വധഭീഷണി മുഴക്കിയില്ലേ? സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരാളെ നാട്ടുകാർ നോക്കി നിൽക്കി അപവാദം പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കും. അല്ലാതെ ഭീഷണി മുഴക്കിയതൊന്നും അല്ല. അപ്പൊ വാപ്പയും പ്രശ്നമാവും. സമ്മതിക്കുന്നു. ജൂലൈ 12 കൊടും മഴയത്തല്ലേ നിങ്ങൾ കുത്തേറ്റ് വീണത്? അതെ. മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആദ്യത്തെ കുത്തേറ്റപ്പോ തന്നെ കൊടലുമാല മുറിഞ്ഞുപോയി. യുവർ ഓണർ, ഭാഗ്യം കൊണ്ടാണ് ഈ യുവാവ് സ്വന്തം പിതാവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി 1 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നു. മെഡിക്കൽ റെക്കോർഡുകൾ കോടതി മുമ്പാകെ ഹാജരാക്കുന്നു. ഇതാരുടെ കത്തിയാണ്? എന്റെ വാപ്പാന്റെ. യുവർ ഓണർ, ഉണ്ണിമോയിൻ സാഹിബിന്റെ അരയിൽ എപ്പോഴും ഈ കത്തി ഉണ്ടാവും. കാറിൽ തോക്കും ഉണ്ടാവും. മിസ്റ്റർ മൊയ്തീൻ, ഈ കത്തി കൊണ്ടല്ലേ പ്രതി നിങ്ങളെ കുത്തിയത്? കുത്തേറ്റു എന്നുള്ള നേരാ, പക്ഷേ അത് കത്തിയുണ്ടൊന്നുമല്ല. ഈ നിൽക്കുന്ന ഉണ്ണിമോയിൻ സാഹിബാണ് നിങ്ങളെ കുത്തിയത്. ആരും കുത്തിയിട്ടില്ല. മിസ്റ്റർ BP മൊയ്തീൻ, ഇത് കോടതിയാണ്. ശരിക്കും ചിന്തിച്ചു പറ. ഈ കത്തി കൊണ്ടാണ് നിങ്ങളെ സാഹിബ് കുത്തിയത്. എന്നെ ആരും കുത്തിയിട്ടില്ലെന്ന്. പിന്നെ പിന്നെ തനിക്ക് എങ്ങനെ മുറിവേറ്റത്? അത് അന്ന് ജൂലൈ 12-ാം തീയതി നല്ല മഴയായിരുന്നു. തെയ്യത്തും കടവെന്ന് കടത്തിറങ്ങി ഇടവഴിയിലൂടെ നടന്നു വരുമ്പോഴാണ് ചെളിവെള്ളത്തിൽ കാല് തന്നെ ഒതുക്കലിന്റെ വശത്തേക്ക് വീണതാണെങ്കിൽ കാഞ്ഞിരത്തിന്റെ കുറ്റീന്റെ മുകളിലും. വാളിന്റെ മൂർച്ചയായി 3 പ്രാവശ്യം എണീക്കാൻ ശ്രമിച്ചു. 3-ാമത്തെ പ്രാവശ്യവും
വെച്ച കയ്യെ തെന്നിയതോടെ എന്റെ ബോധം പോയി. ബോധം വന്നപ്പോ ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. അതാ അന്ന് സംഭവിച്ചത്. 48 പോട്ടെ വാപ്പ, സാരമില്ല. പ്രതി കുറ്റം ചെയ്തെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ വെല്യമ്പ്ര പറ്റാട്ട് ഉണ്ണി മൊയ്തീൻ സാഹിബിനെ കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ஜெயிலுக்கு போயிருந்தா கூட இவ்வளவு ஃபீல் பண்ணிருக்க மாட்டாரு. கார் தான் மாசா இருக்கு இந்த கார். വരി അകത്തേക്ക് ഇരിക്കാം. ഈ ഓനെയും കൂട്ടി പുരയിലേക്ക് വരും. இந்த பாட்டு செம்ம பாட்டு. ரோஜா மலரே ராஜகுமாரி இந்த பாட்டு தானே? ஓ இது வேற. சோஜா ராஜகுமாரி. யாரும் நினைக்கிறேன் அவரு. ഉണ്ണി മൊയ്തീൻ സാഹിബ് അന്ന് ആദ്യമായി ഒരാളെ മുന്നിൽ പരാജയപ്പെട്ടു. സ്വന്തം മകന്റെ മുന്നിൽ. ആ രാത്രി ഉറങ്ങാൻ കിടന്ന സാഹിബ് പിന്നെ ഗിൽറ്റിലെ வந்து அவருக்கு ബാപ്പയുടെ മരണശേഷം മൊയ്തീനും ഉമ്മയും വല്യമ്പറ പറ്റാട്ടയ്ക്ക് താമസം മാറി. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. മൊയ്തീനും കാഞ്ചനയും പിന്നെയും കാത്തിരുന്നു. ക്രൂരമായി തന്നെ വഞ്ചിച്ചു കൊന്ന കച്ചവടന്മാരെ സിനിമയ്ക്കുണ്ടോ? പോയി കളിക്കേ, ആപ്പന് പണിയുണ്ട്. സേതു കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഇവിടെ നമ്മളെ സ്വന്തം തിയേറ്ററിൽ നല്ല സിനിമ വന്നിട്ട് കാണാണ്ടിരിക്കുന്നത് എങ്ങനെയാ? കുട്ടികള് പേടിക്കും. പ്രേത സിനിമയാ. ഞങ്ങക്ക് പേടിയൊന്നുമില്ല. ഈടെ എനിക്ക് ഒരുപാട് പണിയുള്ളതാ. ഏട്ടാ, കുട്ടികളുടെ അച്ഛൻ വന്നാ ഞങ്ങള് നാളെ തന്നെ അങ്ങ് പോവും. ഏട്ടനെ കഴിയെങ്കിൽ കൊണ്ടുപോ. എന്റെ സേതു, എനക്കൊന്ന് കൂടെ പോയാലെന്താ? ശരി, എന്നാ വേഗം റെഡിയാ നോക്ക്. മോളെ, എല്ലാരും സിനിമയ്ക്ക് പോണു. അന്നെ കൂടെ വിളിക്കാനാ കുട്ടികൾ വന്നേ. ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവരൊക്കെ വിരുന്ന് വന്നല്ലേ. ഈ ഒറ്റപ്പെട്ട് നിന്ന് ഓരുടെ സന്തോഷം കെടുത്തണ്ട. എല്ലാവർക്കും അവരവരുടെ സന്തോഷമാണല്ലോ പ്രധാനം. കൊണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. കാച്ചോളേമ്മ കൂടെ വാ. കുട്ടിയൊക്കെ വേണ്ടിയല്ലേ കാഞ്ചന, ഒന്ന് അവരുടെ കൂടെ പോ. എപ്പോഴും ഇങ്ങനെ മുറി ചടഞ്ഞിരുന്നാ തന്നെ മനസ്സ് ചത്തുപോകും. ഈ പോണണ്ട. കോയമ്പത്തൂർ നേട്ടന്റെ ഫോൺ വരും, അതുകൊണ്ട് ഞാനില്ല. കാഞ്ചേലമ്മക്ക് ലിസ കണ്ടാ പേടിയാ? ഇല്ല, നിനക്കോ? ഞാനതിന് കാഞ്ചേലമ്മന്റെ കൂടെയല്ലേ ഇരിക്കാ. നമുക്ക് ആടിരിക്കാം. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത്? നീയാണ് ഈ അലപരാധി ഷാജിയല്ലേ? ഇങ്ങോട്ട് നോക്ക്. സ്ക്രീൻ ബ്ലാക്ക് ആക്കിട്ടാരാ? എന്റെ കാഞ്ചനക്കുട്ടി, ഞാനിവിടെ ഉണ്ട്. എന്റെ തറവാട് വക തിയേറ്റർ സാക്ഷിയാക്കി അനക്ക് എന്റെ 1000 ചുംബനങ്ങൾ. ഓൻ സേതു അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓനെ അവിടുന്ന് മാറ്റാൻ ഇതേ ഉള്ളൊരു വഴി. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. സേതു ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ഇന്ന് രാത്രി 2 മണിക്ക് ഞാൻ കൊറ്റാട്ടിന്റെ മുന്നിലുള്ള വയലിൽ കാറുമായിട്ട് വരും. ഈ ഇറങ്ങി വരണം. ഞാൻ വരും. ഈ വന്നൊന്നും ഞാൻ അങ്ങനെ അറിയാം. ഞാനവിടെ വന്നിട്ട് 2 പ്രാവശ്യം ലൈറ്റ് ഓൺ ചെയ്യും. എന്നിട്ട് ഉറപ്പിക്കാൻ വേണ്ടി 1 പ്രാവശ്യം കൂടി ലൈറ്റ് ഓൺ ചെയ്യും. ഞാൻ പോവാ, മറക്കണ്ട. ഇന്ന് രാത്രി 2 മണി. ஆஹா, இவருக்கு தெரிஞ்சிருச்சு அந்த டிஃபரன்ஸ்லே. சேது உஷாராயிட்டு இருப்பாருன்னு தோணுது. எனக்கு அப்படி தோணுது.
யாரோ இறந்துட்டாங்க தான் ஓடிட்டு இருக்காங்க. രാമേന്ദ്ര മോനാളി മരിച്ചു കോയമ്പത്തൂരല്ലേ മരിച്ചേ മുതലാളിമാരെ എന്താടാ കോയമ്പത്തൂർ വെച്ച് രാമേന്ദ്ര മോനാളി മരിച്ചു. ഓ രാമേന്ദ്രൻ എന്താ അയ്യോ വിധി വീണ്ടും പ്രതിനായകനായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ദിവസം തന്നെയാണ് കാഞ്ചനയുടെ മൂത്ത സഹോദരൻ രാമചന്ദ്രന്റെയും മരണം. കറവാട്ടിൽ തന്നെ അത് വലിയൊരു ആഘാതമായി. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பார்ட்ல சந்திப்போம். பாய். Bye.